ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓയിൽ ടാങ്കറിൽ അതായത് നമ്മളങ്ങനെ പാല് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് ഇപ്പോൾ അവിടെ നിർത്തിയിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടാങ്കർ ലോറി ആയിട്ടാണ്. അപ്പോൾ ടാങ്കർ ലോറിയിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോറിക്ക് പറ്റാത്തൊരു പണിയായിട്ടാണ്. അതായത് ഈ ഒരു ലോറി ഓയിൽ ടാങ്കറാണ്. അത് നിങ്ങൾക്ക് കളർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. പക്ഷേ നമ്മളിന്ന് ഇതിൽ ഡീസലോ പെട്രോളോ അങ്ങനത്തെ ഓയിലുകളോ നല്ല കൊണ്ടുപോകാൻ പോകുന്നത്, അതായത് നമ്മൾ പാലാണ് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് നമുക്ക് പാലെടുത്തിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ തൽക്കാലം വണ്ടി കണ്ടോ. അപ്പോൾ ഇതാണ് വണ്ടി. അങ്ങനെ നമ്മൾ കുറേ അന്വേഷിച്ചിട്ടാണ് ഈ ഒരു വണ്ടി കിട്ടിയത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട് സമയം, രാത്രി. നമുക്ക് രാവിലെ ആകുമ്പോഴേക്കാണ് നമുക്ക് കേരളത്തിലെത്തേണ്ടത്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ കേരളത്തിലല്ല നിൽക്കുന്നത്, നമ്മൾ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റ് പറയാനറിയില്ല പേര് സ്ഥലം. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പാലെടുത്തിട്ട് നമ്മളെ കേരളത്തിലേക്ക് കൊണ്ടുവരും. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ പാല് നിറയ്ക്കുന്നതും പാൽ ഒഴിക്കുന്നതും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ റോട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം. അധികം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊരു ഓഫീസുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ, അതായത് ഒരു ഫാക്ടറി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആ ഒരു പാല് നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓയിൽ ടാങ്കറിൽ ചെല്ലുമ്പോൾ അവരെന്തായാലും ഞെട്ടും, കാരണം അവർക്ക് അറിയില്ല ഈ സംഭവം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വണ്ടിയിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ ടാങ്കൊക്കെ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തിരുന്നു, കാരണം നമ്മൾ ഓയിലിൻ്റെ അംശത്തിൽ പാല് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ടാങ്കൊക്കെ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പാല് നിറയ്ക്കുന്നത്. ഏകദേശം നമ്മൾ 200 ലിറ്ററോളം വരും. അപ്പോൾ അത് നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും കൊടുക്കണ്ടേ. അപ്പോൾ അതിനാണ് നമ്മൾ 200 ലിറ്ററോളം വരും. പിന്നെ അത് പാക്കറ്റിലാക്കി അങ്ങനെ എന്തൊക്കെയാണ് പരിപാടി. നമുക്കെന്തായാലും നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് ഇത് കേരളത്തിലേക്ക് എത്തിക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് എന്തായാലും പോണ വഴിക്ക് പറയാം. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പാലൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുണ്ടല്ലോ നമ്മുടെ ഓയിൽ ടാങ്കറിൽ അങ്ങനെ നമ്മളിത് പാല് നിറച്ചു. നമ്മളിപ്പോൾ അത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഓഫീസിൽ നിന്ന്. അപ്പോൾ ഇനി നമുക്ക് രാവിലെ നമ്മളവിടെ എത്താൻ. അപ്പോൾ നമുക്ക് ഇത് എന്തിനാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരാം. അതായത് നമ്മൾ ഓയിൽ ടാങ്കറിൽ എന്തിനാണ് നമ്മൾ ഈ ഒരു പാല് കൊണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു വർക്കാണ്, അതായത് ഈ ഒരു പാല് കൊണ്ടുവരൽ. അപ്പോൾ പുള്ളി ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കുണ്ടല്ലോ, അതായത് അവരില്ല, അതായത് ലീവാണ്. അപ്പോൾ നമുക്ക് വണ്ടി വേറെ കിട്ടാനില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് അന്വേഷിച്ച ഒരു ടാങ്കർ ലോറി നമുക്ക് പാലിന് പറ്റിയത് വെള്ള കളറ്, പക്ഷേ അത് കിട്ടിയില്ല. അവസാനം നമ്മുടെ പരിചയത്തിൽ കുറേ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു മോഡ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മുടെ ഒരു മോഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു മോഡ് കണ്ടുപിടിക്കാൻ കുറേ കഷ്ടപ്പെട്ടു. കാരണം ഉണ്ടല്ലോ, ഒരുപാട് ടാങ്കർ ലോറി നമ്മുടെ ഒരു ഇതിൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, അതിലൊന്നും പാസ്വേഡ് ഇല്ല, അതേപോലെ തന്നെ അതിൻ്റെ ലിങ്ക് പോലും കാണാനില്ല. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് മാത്രമാണ് നമുക്കിപ്പോൾ പാസ്വേഡ് ഇല്ലാതെ കിട്ടിയത്. അപ്പോൾ പെട്ടെന്ന് കിട്ടിയൊരു വണ്ടിയാണ്. അപ്പോൾ അത് എടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പോന്നിട്ടുള്ളത്. അപ്പോൾ ഉണ്ടല്ലോ, നമ്മളിത് പുള്ളിക്ക് പകരം പോന്നിരിക്കുന്ന ഒരു ട്രിപ്പാണിത്. അപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ രാത്രി ഇന്ന് മാത്രമേ നമ്മൾ പോവുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി എടുക്കാൻ വിചാരിച്ചു. കാരണം ടാങ്കർ ലോറിയുടെ വീഡിയോ ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. നമ്മളൊരു ടാങ്കർ ലോറി വേറെ എടുക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് കിട്ടുന്നില്ല. ഈ വണ്ടി നമ്മൾ എടുത്തതല്ല, നമ്മളിപ്പോൾ ഒരു തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഒരു ദിവസത്തിൻ്റെ വർക്കിന് വേണ്ടി നമ്മൾ എടുത്തതാണിത്. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഉണ്ടല്ലോ കുറച്ച് പ്രത്യേകതകളുടെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ എത്ര പെട്ടെന്നൊന്നാവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. അതിൽ കുറച്ച് മാസങ്ങൾ നമ്മൾ ഉഴപ്പി, എന്നാലും നമ്മൾ പിടിവിടാതെ നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ കണ്ടില്ലേ, 1000 സബ്സ്ക്രൈബറിന് മുകളിലായി. അപ്പോൾ ഇത് ബസ്സിനെ സംബന്ധിച്ച്, ബസ്സിൽ ഒരു കണ്ടൻറ്റ് ചെയ്യുമ്പോൾ അത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഉണ്ടല്ലോ, നമ്മുടെ ബസ്സിൽ പഴയ പോലെയല്ല, ഇപ്പോൾ ആൾക്കാർ തീരെയില്ല. കാരണം അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പുതിയ ആൾക്കാരൊന്നും വരുന്നുമില്ല. അതുപോലെ തന്നെ പഴയ ആൾക്കാരൊക്കെ അപ്ഡേറ്റിൽ ഫോണിൻ്റെ പ്രശ്നമായിട്ടും പിന്നെ വർക്കിൻ്റെയൊക്കെ പ്രശ്നമായിട്ട് പോയി എന്നാണ് തോന്നുന്നത്. കാരണം ബസ്സിൽ ആരുമില്ല. അപ്പോൾ എന്നിട്ട് നമുക്കുണ്ടല്ലോ, നമുക്ക് വേഗം ഈ ഒരു 1000 സബ്സ്ക്രൈബർ ആയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഉണ്ടല്ലോ, നമുക്ക് സബ്സ്ക്രൈബർ കൂടുതൽ കിട്ടിയ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറേ കെഞ്ചി പറഞ്ഞു ഒന്ന് ലൈക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു വീഡിയോയ്ക്ക് കുറേ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോയും കൂടി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനി അടുത്ത കണ്ടൻറ്റ് ഏത് വേണമെന്നും കൂടി ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്താണെന്നറിയോ, നോക്കണ്ടല്ലോ, കണ്ടൻറ്റിന് ഭയങ്കര ക്ഷാമമാണ്. നമ്മുടെ ബസ് സിമുലേറ്ററിൻ്റെ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു.
അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് പവറാക്കാനായിട്ട് ശ്രമിക്കുക. അതിനായിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയോളം ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. പക്ഷേ നമുക്ക് വണ്ടികൾ കുറച്ചധികം ഉണ്ട്. ഇന്ന് ഭയങ്കര തിരക്ക് കൂടിയ പോലെ, നമ്മളിതിന് മുന്നേ വന്നിട്ടില്ല, അതിൽ കുറച്ച് തിരക്ക്, ഈ സമയത്തിലെ തിരക്ക് കുറച്ച് കൂടിയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഈ വല്ലാത്ത തിരക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റൊക്കെ കുറച്ച് മോശമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സൂക്ഷിച്ച് അങ്ങനെയൊക്കെ നോക്കണം. പിന്നെ ഇത് കഴിഞ്ഞൊരു കാടൊക്കെ കടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, ഒന്നുമില്ല. പക്ഷേ എല്ലായിടത്തും വണ്ടികൾ നല്ല ഉണ്ട്. അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വരുന്ന സമയത്ത്. ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ, നമുക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചായയൊക്കെ കുടിക്കാൻ ഒരു ചായക്കട കയറിയിരിക്കുകയാണ്. അത് നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചായക്കട. അപ്പോൾ ചായക്കടയിൽ നിന്ന് 2 പഴംപൊരിയും ഒരു ചായയും കയറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കണ്ടില്ലേ, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചായ കുടിക്കുന്നത്, ഒന്ന് എനർജി ആകാൻ. കാരണം നമ്മൾ രാവിലെ വരെ ഇനി ഉറക്കം ഒഴിച്ച് നമ്മൾ ഇനി വണ്ടി ഓടിക്കാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചായയൊക്കെ കുടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചായയൊക്കെ കുടിച്ച് നമ്മളിത് പിന്നെ നമ്മുടെ വണ്ടി എടുത്തിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് അത്യാവശ്യം വലിയ കാടാണ്. ഇവിടെ എത്തിയപ്പോൾ കണ്ടില്ലേ, കാടാണ്. പക്ഷേ തിരക്കിലൊന്നും കുറവില്ല. പക്ഷേ നമ്മുടെ ഹെഡ്ലൈറ്റൊക്കെ ഭയങ്കര മോശമായതുകൊണ്ട് നമുക്ക് കാഴ്ചയ്ക്കൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാല് കേടുവരുമോ എന്നുള്ളത് നമ്മൾ നോക്കണം ഇടയ്ക്കിടയ്ക്ക്. അത് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വണ്ടിക്ക് ചെറിയ ബ്രേക്ക് കുറവൊക്കെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാബിൻ കണ്ടാൽ അറിയാം, അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പഴയ വണ്ടിയാണിത്. പിന്നെ നമ്മളിത് SC വണ്ടി ആയതുകൊണ്ടാണ് പിന്നെ നമ്മളത് വേഗം എടുത്തത്. നല്ല വണ്ടിയാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ കാറ് നോക്കുന്നതിൻ്റെ കാര്യം. അതുപോലെ തന്നെ നമ്മുടെ കാറ് ഇടിച്ചല്ല, നമ്മുടെ എർട്ടിക ഇടിച്ചു. നമ്മുടെ 800 നമ്മൾ നോക്കാൻ വേണ്ടി പോണ സമയത്ത്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്താ സംഭവം എന്ന് പറയാൻ. സംഭവം നമ്മൾ എർട്ടിക നമ്മൾ കൊടുത്തു കേട്ടോ. കാരണം എന്താ അറിയോ, നമ്മളിപ്പോൾ ഇനി അത് നന്നാക്കി എടുക്കുകയെന്ന് വെച്ചാൽ വലിയ പാടാണ്. അതുപോലെ തന്നെ നന്നാക്കാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്നത്തെക്കാട്ടിലും വലിയൊരു ഇമ്പാക്റ്റാണ് ആ ഒരു സംഭവത്തിൽ ഉണ്ടായത്. അപ്പോൾ ആ ഒരു എർട്ടിക നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പുതിയൊരു വണ്ടി നമ്മൾ എടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ എർട്ടിക ഉണ്ടല്ലോ, അത് എർട്ടിക എന്ന് പറയുന്നത്, അതായത് നമ്മുടെ 800 നമ്മൾ നോക്കി. അപ്പോൾ അത് വളരെ മോശമാണ്. കാരണം നമ്മൾ ഇടിച്ചിട്ടുണ്ട്. അതുപോലെ എൻജിൻ സൈഡൊക്കെ ഒരുപാട് മോശമായിരുന്നു. നമ്മളത് ഓടിച്ച് നോക്കിയത് വീഡിയോ എടുത്തില്ല. പക്ഷേ അതിന് ശേഷം നമ്മളിത് ഓടിച്ച് നോക്കി. അപ്പോൾ ഓടിച്ച് നോക്കിയപ്പോഴാണ് ഇത് വളരെ മോശമാണ്. കാരണം നമ്മൾ ആ ഒരു എടുക്കാൻ നിന്നില്ല. കാരണം നമുക്കുണ്ടല്ലോ, അത് വലിയൊരു പൈസ ചിലവായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു ലുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം ഇടിച്ച പാടും അതുപോലെ പെയിൻറ്റ് പോയ പാടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു കാർ എടുക്കാനുള്ള ഒരു പ്ലാനിലും കൂടിയാണ്. അപ്പോൾ ഏത് കാർ വേണമെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉണ്ടല്ലോ, അടുത്തൊരു കാർ നമ്മൾ നോക്കാവുന്നതാണ്. നമ്മൾ എന്തായാലും ഒരു കാർ എടുക്കും. കാറില്ലാതെ പറ്റില്ല. കാരണം നമ്മൾ ചെറിയൊരു ഡ്രൈവ്, അതായത് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കാറാണ് നല്ലത്. നമുക്ക് എപ്പോഴും ബസ്സും ലോറിയായിട്ട് നമുക്കിങ്ങനെ കറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കാറ് വേണം. ആ കാറ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റുകയും വേണം. അപ്പോൾ ഇനി അടുത്തത് ഏത് കാർ എടുക്കണം എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും മറക്കാതെ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ലൈക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോയിൽ ലൈക്ക് വളരെ കുറവായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് ഇനിയും ഒരു പവറിലേക്കൊക്കെ വരണം. എല്ലാവരും വീഡിയോ ഒന്ന് പവറാക്കി റെഡിയാക്കി തരിക. അതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് ഞെക്കുക. അതുപോലെ തന്നെ നമ്മൾ പിന്നെയും ലൈക്ക് ചെയ്യണം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എത്ര പറഞ്ഞാലും നിങ്ങൾ കേൾക്കുന്നില്ല. ലൈക്ക് വളരെ കുറവാണ്. അതായത് നമ്മുടെ വീഡിയോൻ്റെ വ്യൂസിൻ്റെ ഒരു ഭാഗത്തോടെ നമുക്ക് ലൈക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ ലൈക്ക് ചെയ്തെന്ന് വിചാരിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പൈസ ചിലവില്ലാത്ത കാര്യമാണ്. പക്ഷേ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും. കാരണം എനിക്കതൊരു മോട്ടിവേഷനും കൂടി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബസ് സിമുലേറ്ററിൽ നമ്മൾ നമ്പർ 1 യൂട്യൂബറാവാൻ നമ്മൾ നോക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുക. അതിനുവേണ്ടി ലൈക്ക് ചെയ്യുക. എല്ലാവരും പരമാവധി ലൈക്ക് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് പോസ്റ്റ് ആക്കുക. അതുതന്നെ നമ്മുടെ ഓയിൽ ടാങ്കറിൽ നമ്മൾ പാല് നിറച്ച കാര്യമൊക്കെ നമ്മൾ നേരത്തെ പെർമിഷൻ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൽ പാലെടുത്തുകൊണ്ട് വന്നത്. കാരണം നമ്മൾ ഓയിലായതുകൊണ്ട് പാലിലൊക്കെ മിക്സ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടാങ്കൊക്കെ ഫുൾ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഒരു സംഭവം, അതായത് നമ്മുടെ ഒരു പാലിൻ്റെത്. ഇവിടെ നിന്നാണ് നമ്മൾ ആ ഒരു ഇതൊക്കെ എടുത്തു കൊടുക്കുക. അതായത് ഒരു പാല് പാക്കറ്റിലാക്കാൻ വേണ്ടിയിട്ട് പാക്കിംഗ് ഒക്കെ ഇവിടെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ലോറികളൊക്കെയാണ് ഈ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം ഒന്ന് നിലത്തിറങ്ങി. അപ്പോൾ എന്തൊരു സുഖമാണെന്നറിയോ. അപ്പോൾ അതുപോലെ ഇതാണ് നമ്മുടെ ഒരു ഫാക്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മുടെ വണ്ടി ഫുള്ള് കണ്ടോ, നമ്മൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ വണ്ടിയൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയാണ്. വണ്ടിയുടെ വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഫാക്ടറി കണ്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു പാലൊക്കെ നമ്മൾ റെഡിയാക്കുന്നത്. അകത്തതിൻ്റെ മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ പാൽ ഇവിടെ നിന്നും ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പാക്കറ്റിലാക്കിയിട്ടൊക്കെ കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
അതുപോലെ തന്നെ ആ ഒരു മല കണ്ടോ ഗൈസ്, ആ ഒരു മലയുടെ ഒരു അപ്പുറത്ത് എന്തോ ഒരു വലിയൊരു എന്തോ ഒരു പാർക്കോ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകണമെന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പോ എന്തെങ്കിലും കാര്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ടാങ്കർ ലോറിയുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.